ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണിയേറാൻ മങ്ങാട്ട് ഭട്ടതിരി ഉടൻ പുറപ്പെടും. കുമാരനല്ലൂർ മങ്ങാട്ട് കടവിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഉത്രാടം നാളിൽ ഭട്ടതിരി തിരുവോണത്തോണിയേറും. വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ നൽകും. മിഥുൻ, ആറന്മുളയിലേക്കുള്ള തിരുവോണത്തോണി എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് വളരെ വൈകാരികമായ ഒന്നാണ്. തിരുവോണനാളിൽ ഭഗവാന് ഇഷ്ടവിഭവങ്ങളുമായി ഈ തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുളയിൽ എത്തുകയാണ്. അതിന് മുന്നോടിയായിട്ടാണല്ലോ ഇപ്പോൾ മങ്ങാട്ട് ഭട്ടതിരിയുടെ ഈ ആറന്മുള സന്നിധി ലക്ഷ്യമാക്കിയുള്ള ആ വളരെ വലിയ യാത്ര ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരുവോണത്തോണിയേറാൻ മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, തിരുവോണനാളിൽ ഈ മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയുമായി എത്തി നൽകുന്ന ഇഷ്ടവിഭവങ്ങളാണ് പാർത്ഥസാരഥിക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ആറന്മുള ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ആ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ മങ്ങാട്ട് ഭട്ടതിരിയുടെ യാത്ര ആരംഭിക്കുകയാണ്. ഒരു ചെറുവള്ളത്തിലാണ് മങ്ങാട്ട് ഭട്ടതിരി ഈ യാത്ര തുടങ്ങുന്നത്. പുഴയിലൂടെ ദീർഘമേറിയ യാത്രയ്ക്കൊടുവിൽ ഉത്രാടം നാളിൽ തിരുവോണത്തോണിയിലേക്ക് മങ്ങാട്ട് ഭട്ടതിരി പ്രവേശിക്കും. പിന്നീടാണ് പമ്പയാറിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ള 52 കരകൾ, ആ 52 കരകളിലെ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി ഉത്രാടം രാത്രിയിൽ തുഴഞ്ഞ് അങ്ങനെ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവോണത്തോണി ആറന്മുള സന്നിധിയിലെത്തുന്നത് തിരുവോണനാളിൽ പുലർച്ചെയാണ്. അന്നവിടെ വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി തിരുവോണത്തോണിയെ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് അന്ന് ഉച്ചയ്ക്ക് ഭഗവാന് നിവേദിക്കുന്നത് ഈ മങ്ങാട്ട് ഭട്ടതിരി എത്തിക്കുന്ന വിഭവങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മങ്ങാട്ട് ഭട്ടതിരി ആ സുദീർഘമായ യാത്രയ്ക്കായി ആ കൊച്ചു തോണിയിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്.
വേണം, മൈക്ക് വേണം. തിരുവോണ വിഭവങ്ങളുമായി പോകാൻ വേണ്ടി മങ്ങാട്ടേക്ക് മങ്ങാട്ട് ഭട്ടതിരി തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇല്ലത്ത് നിന്ന് അല്പസമയം തന്നെ വള്ളത്തിലേറി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം വേറെ ഐതിഹ്യ പ്രാധാന്യവും അതുപോലെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. മങ്ങാട്ട് ഭട്ടതിരി കൊട്ടൂരിലേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇനി 3 പകലും 3 രാത്രിയും പിന്നിട്ട് 2 രാത്രിയും പിന്നിട്ട് അദ്ദേഹം ഉത്രാട തലേന്ന് ആറന്മുളയിലേക്ക് പുറപ്പെടും. തേവാരപ്പുരയിൽ പൂജയും അതുപോലെ തന്നെ ദീപാരാധനയും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഒപ്പം കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പോയി ദർശനവും പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന് ഇവിടെ വഞ്ചിപ്പാട്ടോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ അദ്ദേഹം കൂടെ ചേരുകയാണ്. വളരെ ഓണത്തിൻ്റെ ഒരു കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ ഒരു തുടക്കം തന്നെ ഇത് തന്നെ വേണം എന്ന് പറയാം. മാത്രമല്ല ഈ യാത്ര തന്നെ വലിയ ഈ പോകുന്ന വഴിയോടെ ഇത്തരത്തിൽ വള്ളം കളിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഓണസദ്യ വള്ളസദ്യയായിട്ട് മാറുന്നു. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് ചടങ്ങുകൾക്കെല്ലാം തുടക്കം കൂടിയാണ് ഈ മങ്ങാട്ട് ഭട്ടതിരിയുടെ പുറപ്പാട്. ഈ ചടങ്ങിൽ ഭാഗമായിരിക്കുകയാണ്. എന്താണ്? തീർച്ചയായിട്ടും അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ചടങ്ങിലെ ഭാഗമാകാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. വളരെ ഭക്തിനിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. തിരുവാറന്മുള അപ്പനുള്ള ഓണക്കാഴ്ചകളുമായിട്ടുള്ള മങ്ങാട്ട് ഭട്ടതിരിയുടെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചു നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല അന്യദേശത്തു നിന്ന് പോലും ആളുകൾ ഈ ചടങ്ങിൽ സാക്ഷിയാകാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. ശരിക്കും ഓണത്തിൻ്റെ ഒരു തുടക്കം ഈ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വിളിച്ചോതുന്ന ഒരു ചടങ്ങ് കൂടിയായിട്ട് ഇത് മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവരും വലിയ ആഘോഷത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത്. ഒപ്പം തന്നെ ഓണത്തിൻ്റെ മറ്റ് ചടങ്ങുകളൊക്കെ അവിടെ വള്ളസദ്യ ആകട്ടെ അതുപോലെ തന്നെ വള്ളം കളി ആകട്ടെ ഇതിനൊക്കെ ഒരു തുടക്കം കൂടിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. 3ാം തവണയാണ് അനൂപ് ഭട്ടതിരി വള്ളത്തിലേറാൻ സാധിക്കുന്നത്. ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? തീർച്ചയായിട്ടും അദ്ദേഹം US സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു ചടങ്ങിൽ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി എത്തുന്നു എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഏറെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെല്ലാവരും, ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഇതൊരു ഉത്സവം പോലെ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നു. 100 കണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നത്. അങ്ങനെ ഇതിനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടും ഇതിൻ്റെ ആ ഐതിഹ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വീടുകളിൽ കൊണ്ട് വയ്ക്കാനൊക്കെ ആയിട്ട് ആളുകൾ, അതായത് ഇത്തവണ വരാൻ സാധിക്കാത്തവർ അടുത്ത തവണ വരുന്നു. ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇതിനെ വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. തീർച്ചയായിട്ടും നിരവധി ആളുകളാണ്, 100 കണക്കിന് ആളുകളാണ് ഈ മങ്ങാട്ട് ഇല്ലം കടവിലേക്ക് എത്തിച്ചേർന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ആ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. മങ്ങാട്ട് ഭട്ടതിരി കോട്ടൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി 3 നദികൾ, അതായത് മീനച്ചിലാറും കുടൂരാറും അതുപോലെ തന്നെ പമ്പയാറും അതുപോലെ തന്നെ നിരവധി തോടുകളും എല്ലാം താണ്ടി ഉത്രാട തലേന്ന് അവർ ആറന്മുളയിലേക്ക് പുറപ്പെടും. അത്തരത്തിലുള്ള എല്ലാ ചടങ്ങുകളും 18 നാട്ടുകാർ 18 കുടുംബങ്ങളുടെ അവർ തയ്യാറാക്കിയ ഓണവിഭവങ്ങളെല്ലാം തന്നെ അവിടെ നിന്നാണ് ശേഖരിക്കുന്നത്. കോട്ടൂരിൽ നിന്ന് പിന്നീടുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും. വിവിധ നദികളും തോടുകളും ഒക്കെ കടന്നാണ് ആറന്മുള ക്ഷേത്രസന്നിധിയിലേക്കുള്ള മങ്ങാട്ട് ഭട്ടതിരിയുടെ യാത്ര. ആ യാത്ര ഏറ്റവും ഒടുവിൽ തിരുവോണനാളിൽ പുലർച്ചെ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവോണത്തോണി ആറന്മുള സന്നിധിയിൽ എത്തുന്നു എന്നതാണ്.